ഗൈസ്, ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് വെളിയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നല്ല കൊല്ലത്തിലായതുകൊണ്ട് ഒരു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. ഒരു സ്പെഷ്യൽ നൂഡിൽസിലോട്ട് നമുക്ക് പോവാം. ഇവിടുത്തെ ലൈറ്റിങ് കുറച്ച് പ്രശ്നമാണ് ഗൈസ്. അധികം ലൈറ്റ് ഇല്ല എൻ്റെ അടുക്കളയിൽ. ഒരു പഴയ വീടാണ്, സോ പഴയ അന്തരീക്ഷമാണ്, പഴയ ലൈറ്റിംഗ് ആണ്. അപ്പം നമുക്ക് നൂഡിൽസ് ഇപ്പോൾ ഇവിടെ 2 പാക്കറ്റ് മാഗിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ അടുക്കളയിൽ കയറാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കരച്ചിൽ വരുമോ, സവാള അരിയാൻ പറ്റുന്നില്ല. കാണുന്ന പോലെ അത്ര സിമ്പിൾ പരിപാടിയല്ല ഈ സവാള അരിയുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അരിഞ്ഞു ഗൈസ്. തടാ, ഇതാണ് എൻ്റെ കുത്തിയരിഞ്ഞ സവാള, കുനുകുനാന്നിരുന്ന സവാള. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചതയ്ക്കണം. നമുക്ക് ചതയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, മറ്റിങ്ങനെ ചമ്മന്തി ആക്കുന്ന ആ സാധനം വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ക്രഷ് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ട സാധനം വെളുത്തുള്ളി വേണം, മുളക് പൊടി, ഉപ്പ്. കാണിച്ചു തരാം ഗൈസ്. അതിന് എന്താ പറയണ്ടത്, ഇപ്പം 2 കട്ട മാഗിയാണ്, കാണിച്ചു തരാം. 2 കട്ട മാഗിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 9 പീസ് വെളുത്തുള്ളിയാണ് വേണ്ടത്. ഞാനിപ്പം 4 കട്ടയാണ് എടുക്കുന്നത്, സോ ഡബിൾ ചെയ്യണം. 18 പീസായിരുന്നു ഞാൻ എടുക്കുന്നത്. 18ഉം കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് നമ്പർ കൂടുതലാണ്. ഇതാണ് അതിൻ്റെ കണക്ക്. ഇത്ര ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിത് ഈ സാധനത്തിലിട്ടിട്ട് നമുക്ക് ക്രഷ് ചെയ്യാം. ഇത് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഇടേണ്ടത് മുളക് പൊടിയാണ്, പിന്നെ ഉപ്പും. ഉപ്പിട്ട് എനിക്ക് ഉപ്പിൻ്റെ ഒന്നും അളവ് അറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു ഊഹത്തിൽ അങ്ങ് ഇട്ടയാ. ഓക്കെ, മുളക് പൊടിയും എൻ്റെ ഒരു ഊഹത്തിൽ ഇട്ടു. എരിവ് കൂടുതലാണെങ്കിൽ ഞാൻ തന്നെ അനുഭവിക്കണം. ഓക്കെ, ഇതാണ്. ഇടിക്കൽ പ്രോസസ്സിലോട്ട് പോകാം ഗൈസ്. നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് ചതച്ച് കൊടുത്താൽ മതി, എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും. ഇടിച്ച് ഇഞ്ച് പരുവത്തിലാക്കിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെയല്ല, ഇടിച്ച് ഇങ്ങനെ ഒരു ചമ്മന്തി പരുവാക്കി, അരഞ്ഞിട്ടില്ല, ഒരു ക്രഷ് പരുവാകും കേട്ടോ. പാൻ വെച്ചു, അതൊന്ന് ചൂടായെന്നല്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. ഞങ്ങളിവിടെ ഇപ്പോൾ തൽക്കാലം റൈസ് ബ്രാൻഡാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഉള്ളവർ അത് ഉപയോഗിക്കുക. ഉള്ളിക്കനുസരിച്ചിട്ടാണ് ഇപ്പോൾ തൽക്കാലം എണ്ണ എടുത്തേക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക. ഓക്കെ, നമ്മൾ ഇനി എണ്ണയ്ക്കകത്തോട്ട് ചതച്ച് വെച്ച് അതിടാം. നമ്മളിനി ഇത് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കണം. നമുക്കിനി ഇതിനകത്തോട്ട് സവാള ഇടാം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി, കരിഞ്ഞു പോവരുത്. ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഈ മാഗിയിൽ നമ്മൾ 2 പീസ് മാഗി അല്ല 4 പീസാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 4 പാക്കറ്റ് മാഗി കാണും. ഓക്കെ, അല്ല മാഗി മസാല. ഇതിലോട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മാഗിക്ക് വേണ്ടത്ര വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാഗിയുടെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ഇത് തിളയ്ക്കാൻ തുടങ്ങാനായി. നമുക്കപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്കിനി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് മാഗിക്കകത്ത് മുട്ട ഇടുന്നത് ഇഷ്ടമാണോ? എനിക്കും എനിക്കും എൻ്റെ അനിയനും കൂടെ ആണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഇതിൽ മുട്ട ഇടും. നിങ്ങൾക്ക് വേണ്ടാത്തവർക്ക് അത് എന്താ പറയുക, വേണ്ടാന്ന് വയ്ക്കാം. ഇപ്പോൾ എനിക്ക് ഇഷ്ടമായത് കൊണ്ടിട്ടാണ് ഞാൻ മുട്ട ഇടുന്നത്. ഇപ്പോൾ മുട്ട ഇട്ടിട്ട് കളയാലും കഴിച്ചോളും, അതുകൊണ്ട് കുഴപ്പമില്ല.
ഗൈസ്, നിങ്ങൾക്ക് മാഗി പൊട്ടിക്കാണ്ടിടുന്ന സ്വഭാവമുണ്ടോ? എനിക്ക് ആ സ്വഭാവമാണ്. കാരണം പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നൂലിൻ്റെ ലെങ്ത്ത് കുറയും. അപ്പം ഇതാകുമ്പം നല്ല ഇങ്ങനെ നീളമുള്ള നൂഡിൽസ് കഴിക്കാം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓൾമോസ്റ്റ് തിളയ്ക്കാറായി. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ച മുട്ട അവിടെ ഇവിടെയൊക്കെ വയ്ക്കും. യെസ്, ഞാൻ മുട്ട അടിച്ചതുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇടിച്ചില്ലേ, അതിൻ്റെ കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ ബാക്കി, അത് കുറച്ച് ഞാൻ എടുത്തിട്ടാണ് ഞാൻ അത് മുട്ടയിൽ ബീറ്റ് ചെയ്തത്. അപ്പം മുട്ടയ്ക്കും കുറേ ആ ഫ്ലേവർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യാം കേട്ടോ. മുട്ടയുടെ പരിപാടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തുവേണം ചെയ്യാം. ഐ മീൻ മുട്ട വേണ്ടവരിട്ടാൽ മതി. എനിക്കിഷ്ടമാണ് മുട്ട ഇടുന്നത്. സോ ഞാൻ മുട്ട ഇട്ടു. ഇപ്പോൾ ഏതായാലും ഇട്ട് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇട്ടു. ഇത് ഇങ്ങനെ ഇടണം എന്നുള്ളവർ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പല രീതിയിൽ ഇതിലൂടെ മുട്ട കഴിക്കുന്നവരുണ്ടല്ലോ, ബുൾസൈ ആയിട്ട് കഴിക്കുന്നവരുണ്ട്, ഇഷ്ടമുള്ള പോലെ ഇടാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടു. ഇവിടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. എൻ്റെ അനിയനും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്. സോ ഞാൻ അങ്ങനെ ഇട്ടു. ഇപ്പോഴത്തേക്കും റെഡി ആവാനായി. ഇത് തിളച്ച് തീരാനാകുന്ന സമയത്ത് മാത്രമേ നമ്മൾ മുട്ട ഇടാവുള്ളൂ, അല്ലെങ്കിൽ മുട്ട ഓവർ കുക്ക്ഡ് ആവും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ ഗൈസ്, ഇവിടെ എൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യൽ ഉണ്ടയുണ്ട്. ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഉണ്ട ഗൈസ്. ഗൈസ്, ഇത് ഓൾമോസ്റ്റ് റെഡി ആവാനായി. ഞാൻ മുട്ട അടിച്ചപ്പോൾ നല്ല വൃത്തിക്കൊന്നും അല്ല അടിച്ചത്, കാരണം കുറച്ചിങ്ങനെ എനിക്കിങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. സോ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇത് ഒത്തിരി ഇളക്കരുത്. മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഉടഞ്ഞു പോകും. കണ്ടോ, ഇപ്പോൾ ഉടഞ്ഞ പോലെ ഉടഞ്ഞു പോകും. നമുക്ക് റെഡിയായി ഗൈസ്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി സെറ്റായി ഗൈസ്. സെറ്റായി ഗൈസ്. എൻ്റെ ഗൈസ് കുറച്ച് കൂടുന്നുണ്ടല്ലേ. ഓക്കെ ഗൈസ്, ഇതപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കൊണ്ട് ആറാൻ വേണ്ടി വെക്കട്ടെ. ഫാൻ ഇടുന്നാലല്ലേ കുറച്ച് തിന്നാൻ പറ്റുന്ന പരുവത്തിലാത്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ എനിക്ക് അടുക്കള ഒന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ കൊല്ലും. എന്നോട് പറഞ്ഞേക്കുന്നത് മേലാൽ ഈ അടുക്കളയിൽ കയറ്റൂലാണ്. എന്നെ അതുകൊണ്ടാണ് എനിക്ക് അടുക്കളയിൽ കയറ്റത്. അതുകൊണ്ടാണ് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാത്തത്. എന്നെ ഈ അടുക്കള വൃത്തികേടാക്കുന്നത് കൊണ്ട് എന്നെ അടുക്കളയിൽ കയറ്റാറില്ല. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും കയറും. സോ ഞാൻ വൃത്തിയാക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ്, ടേസ്റ്റിംഗ് ടൈമാണ്. എനിക്ക് ആക്ച്വലി പിടിച്ചുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പുറത്തെ കയ്യിൽ പിടിച്ചാൽ ലൈറ്റ് അടിക്കുന്നില്ല. ഇപ്പുറത്ത് തന്നെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. എനിക്ക് കഴിക്കാൻ ഇങ്ങനെ കൊതിയായിട്ട് വയ്യ ഗൈസ്. ഒന്ന് ഇഗ്നോർ ചെയ്യണം. എൻ്റെ വൃത്തികെട്ട ഫേസാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, കാരണം ക്യാമറ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സാരി, നമുക്കപ്പം ടേസ്റ്റ് ചെയ്യാം. ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ മുട്ടിയിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കാനാ ഭയങ്കര ചൂട്. കൊള്ളാം. കൈപ്പുണ്യുണ്ട് ഗൈസ്. ഇച്ചിരി മുളക് പൊടി കൂടിപ്പോയി, അല്ലാതെ സൂപ്പറാണ്. ഇതൊന്നും സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്യണം ഗൈസ്. ഞാനൊക്കെ കഴിക്കട്ടെ. എൻ്റെ അനിയൻ സൂപ്പറാന്ന് പറഞ്ഞാൽ അത് സൂപ്പറായിരിക്കും. ഞാനല്ലെങ്കിൽ എൻ്റെ സ്വന്തം കൈപ്പുണ്യത്തിന് തള്ളുവാന്ന് വിചാരിക്കും. സോ ഞാൻ അവനെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് നോക്കട്ടെ. അവൻ വീഡിയോയിൽ വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ട്രൈ. ഞാൻ അതിൽ കുറച്ച് കഴിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വന്ന പിന്നെ കിട്ടത്തില്ല. നമുക്കൊരു മുട്ട വെച്ച് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ മുട്ടയിൽ എന്താ ടേസ്റ്റ്?
ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ തൊട്ട് പിന്നെ ഇങ്ങനെ ടേസ്റ്റ് കൂടിക്കൂടി വരിക. ടേസ്റ്റി ഇത് മൊത്തം ഞാനിപ്പോൾ തീർക്കുമെന്നാ തോന്നുന്നേ. ഗോവിന്ദ നീ വന്നേ. ഗൈസ് എൻ്റെ അനിയനും തിന്നു അമ്മയും തിന്നു. ഇവർക്ക് രണ്ടുപേർക്കും വീഡിയോക്ക് തരാൻ താല്പര്യമില്ല. സോ അവർ പറഞ്ഞു ഇത്രയും അടിപൊളി മാഗി അവരുടെ ലൈഫിൽ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. കിടിലൻ സീൻ നൂഡിൽസാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെതിനകത്ത് ഒരു ഇച്ചിരി പൊടിക്ക് മുളക് പൊടി കൂടുതലായിരുന്നു. സോ അതൊന്നും നോക്കിയിട്ടിട്ടാൽ മതി. This must try. Okay, bye.